അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ച മാറ്റങ്ങൾ. അപ്പോൾ ഇതിൽ ഞാൻ ഇനി കാണാത്ത വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യൻ ആപ്ലിക്കേഷൻ്റെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നോക്കിയപ്പോഴും ഇത്രയും അപ്ഡേറ്റുകളൊക്കെ തന്നെയാണ് കണ്ടിരുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുതുപുത്തൻ വഴിയൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അപ്പോൾ അതിനകത്ത് വീഡിയോ വേണമെന്ന് ഞാൻ ഒരു പോൾ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ, അതേപോലെ തന്നെ യൂട്യൂബിലും. അപ്പോൾ കുറേ പേര് നമുക്കത് വേണമെന്നോ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബസ് സിമുലേറ്ററിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്, ചെറിയ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നമ്മുടെ കേരള ട്രാഫിക് മോഡ് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. അത് മിക്കവാറും നാളെ തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയ ഈ ഒരു അപ്ഡേറ്റുകൾ എന്തൊക്കെ അപ്ഡേറ്റുകളാണ് വന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ഇപ്പോൾ കുറച്ച് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സംഭവം കാണാം. അപ്പോൾ അത് 25-ാം തീയതി വരെയുള്ള ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റ്. അതായത് അപ്ഡേറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡെക്കറേഷനുകൾ റോഡിൻ്റെ സൈഡിൽ, പിന്നെ 2 ചെറിയ ഗെയിംസ് വന്നിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിലുള്ള പുതിയ അപ്ഡേറ്റുകൾ സംഭവങ്ങളൊക്കെ എന്താണെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. നമ്മുടെ മലിയോന്ന് കഴിഞ്ഞതിന് ശേഷം ലോഡാവുന്ന സ്ക്രീൻ വേറെ ഇമേജാണ് വരുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ഇമേജാണ് നമുക്കിപ്പോൾ ലോഡാവുന്ന സ്ക്രീനിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലോഡിങ് സ്ക്രീനിലും കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മിനി ഗെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം മുകളിൽ. ജസ്റ്റ് മിനി ഗെയിംസ് എടുത്താൽ 2 ഗെയിമുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഗെയിം എടുത്ത് സെലക്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ പ്ലേ നൗ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയ ഗെയിംസുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കളിക്കാൻ പറ്റും. അങ്ങനെ 2 ഗെയിംസാണ് ഇപ്പോൾ ഉള്ളത് ഓൾറെഡി. അപ്പോൾ ജസ്റ്റ് എക്സിറ്റ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഫ്രീ മോഡ് എടുത്തതിന് ശേഷം നമുക്കൊരു ഗെയിം എടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാപ്പുകൾ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വേറെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും മാപ്പ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേരുകൾ ഇങ്ങനെ സൈഡിൽ എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു മാപ്പ് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗോ കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോഡിങ് സ്ക്രീനും മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആഡുകൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇവിടെയും ആഡ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ ആഡുകൾ വേറെ കുറച്ച് സ്ഥലത്തും കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോഡിങ് സ്ക്രീൻ മാറി, അതാണ് വേറൊരു വ്യത്യാസം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾ ഏതൊക്കെ വന്നതെന്ന് ഞാൻ ജസ്റ്റ് ഗെയിം ലോഡായതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ റൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് പുതിയ വണ്ടികളൊക്കെ ഏതൊക്കെ ഒന്ന് വന്നതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. നമ്മുടെ MGയുടെ കൊമറ്റ്, അതേപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ, അതേപോലെ തന്നെ ഫോർച്യൂണർ, അങ്ങനെ കുറച്ച് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വഴിയിൽ കാണാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു വണ്ടിയിട്ട് കാണിച്ചു തരാം. അവിടെ ഇരിക്കുന്നത് നമ്മുടെ MGയുടെ കൊമറ്റാണ് ആ കാണുന്നത്. മഞ്ഞ വണ്ടി എന്ന് പറയുന്നത് MGയുടെ കൊമറ്റാണ്. അതിൻ്റെ വേറൊരു കളർ വണ്ടിയും കൂടി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്നോവയും പിന്നെ അതേപോലെ തന്നെ ഫോർച്യൂണറും ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ വഴിയിൽ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നോവയുടെ ക്രിസ്റ്റയാണ് ആ കാണുന്ന വണ്ടി. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർച്യൂണർ ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആഡുകൾ കുറച്ച് കൂടിയുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കി ആഡ് കാണാം. പിന്നെ നമ്മുടെ ഗാരേജിൻ്റെ അവിടെ ആഡ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലോഡിങ് സ്ക്രീനിലും ചെറുതായിട്ട് ആഡ് വരുന്നുണ്ട്. പിന്നെ അത്രയൊക്കെയാണ് സംഭവങ്ങൾ ആഡിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേയുടെ അപ്ഡേറ്റ് ആയിട്ട് കൊടികൾ കാണാം. നമുക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നോക്കി കാണാം കൊടികൾ. പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ അവിടെയൊക്കെ അങ്ങനെ കുറേ കൊടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അപ്ഡേറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നൈറ്റിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ കുറച്ചും കൂടി അടിപൊളിയായ പോലത്തെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റിൽ വന്നാന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു മാപ്പിൻ്റെ ആണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല രസമുണ്ട്. ഈ ഒരു രാത്രിയിലത്തെ ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഫോർച്യൂണറിൻ്റെ വണ്ടിയാണിത്. പിന്നെ അതുപോലെ തന്നെ ഇത് ശരിക്കും നമ്മുടെ ടൊയോറ്റയുടെ ലോഗോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഫോർച്യൂണർ പോലെയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഫോർച്യൂണർ എന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇന്നോവയും അതേപോലെ തന്നെ ടൊയോറ്റയുടെ ലോഗോ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് വേറൊരു ലോഗോ ആണ്. പക്ഷേ വണ്ടി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വണ്ടികൾ വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോർച്യൂണറിൻ്റെ ബാക്കിൽ എഴുതിക്കുന്നത്. ഫോർച്യൂണർ എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. ഫോർച്യൂണർ അങ്ങനെ ഒരു സ്പെല്ലിങ് വ്യത്യാസമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോഗോയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ കിടക്കുന്നതാണ് നമ്മുടെ ഫോർച്യൂണർ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുമ്പിൽ ഇപ്പോൾ കിടക്കുന്നതാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയാണ്. അപ്പോൾ അതിൻ്റെ ലോഗോസ് വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 60 FPS സംഭവം ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ FPS എടുക്കുക 30 ആയിരുന്നു ആദ്യം നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ 60 കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 60 FPS കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത്നെസ് തോന്നും. അപ്പോൾ 60 FPS എടുത്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ അതാണ് പുതിയ അപ്ഡേറ്റുകൾ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ച മാറ്റങ്ങൾ. അപ്പോൾ ഇതിൽ ഞാൻ ഇനി കാണാത്ത വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നോക്കിയപ്പോഴും ഇത്രയും അപ്ഡേറ്റുകളൊക്കെ തന്നെയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ അപ്ലൈ. നിങ്ങൾ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.